ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ തൊടുന്ന, നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നൊരു കഥ കേൾക്കാൻ റെഡിയാണോ? അതെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് കുടങ്ങളുടെ കഥയാണ്. ആത്മാഭിമാനത്തിന്റെ കഥ. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ കഠിനാധ്വാനിയായ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു പതിവുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൂരെയുള്ളൊരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരും. ഇതിനായിട്ട് അദ്ദേഹം 2 മൺകുടങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു വലിയ മരക്കമ്പിന്റെ രണ്ടറ്റത്തുമായി ഈ കുടങ്ങളെ തൂക്കിയിട്ടാണ് അദ്ദേഹം വെള്ളം കൊണ്ടുവന്നിരുന്നത്. ഇതിലെ ഒരു കുടം അത് പെർഫെക്റ്റായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല. പക്ഷേ രണ്ടാമത്തെ കുടത്തിന് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും അതിലെ വെള്ളം പകുതിയായിട്ടുണ്ടാവും. അപ്പൊ കുറ്റമറ്റ കുടത്തിന് തന്റെ കഴിവിൽ വലിയ അഭിമാനമായിരുന്നു. എന്നാൽ നമ്മുടെ പൊട്ടിയ കുടം എപ്പോഴും തന്റെ ഈ കുറവോർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. ഈയൊരു അപൂർണത ആ പൊട്ടിയ കുടത്തിന്റെ മനസ്സിൽ വലിയൊരു ഭാരമായി മാറാൻ തുടങ്ങി. പതിയെ പതിയെ അതിന് സ്വയം ഒരു വിലയുമില്ലാതായി. പോരാത്തതിന് മറ്റേ കുടം എല്ലാ ദിവസവും ഇതിനെ കളിയാക്കും. ഛേ, നിന്നെക്കൊണ്ട് ഒരു ഉപയോഗവുമില്ലല്ലോ, വീട്ടിലെത്തും മുന്നേ പകുതി വെള്ളവും കളയും എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് വല്ലാത്ത സങ്കടമാകും. എല്ലാ ദിവസവും ഈ പരിഹാസം കേട്ട് കേട്ട് അത് നിശബ്ദമായി എല്ലാം സഹിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഈ കളിയാക്കലുകളും സ്വന്തം കുറവുമൊക്കെ ചേർന്ന് ആ കുടം പതിയെ ഒന്നുമല്ലാതായി. താനൊരു പരാജയമാണെന്ന് അത് ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി. ഈ ചിന്ത അതിനെ ശരിക്കും തളർത്തിക്കളഞ്ഞു. ഒടുവിൽ ഒരു ദിവസം അതിന് സഹിക്കാൻ പറ്റിയില്ല. തന്റെ സങ്കടം മുഴുവൻ കർഷകന്റെ മുന്നിൽ അത് തുറന്നു പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, എന്റെ ഈയൊരു പൊട്ടല് കാരണം നിങ്ങളുടെ അധ്വാനത്തിന്റെ പകുതി വെറുതെയായി പോവുകയാണല്ലോ. പക്ഷേ ആ കുടത്തിന്റെ സങ്കടം കേട്ട് കർഷകൻ ദേഷ്യപ്പെട്ടില്ല. പകരം അദ്ദേഹം സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷം കഥയുടെ ഗതി തന്നെ മാറുകയായിരുന്നു. കുടത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണോ നിന്റെ വിഷമം? സാരയില്ല, നാളെ നമ്മൾ തിരികെ വരുമ്പോ വഴിയിലേക്ക് നന്നായി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കേട്ടപ്പോ ആ കുടത്തിന് ചെറിയൊരു ആകാംക്ഷ തോന്നി. അങ്ങനെ പിറ്റേന്ന് വെള്ളവുമായി മടങ്ങി വരുമ്പോൾ ആ കുടം ആകാംക്ഷയോടെ വഴിയിലേക്ക് നോക്കി. അവിടെ ഒരു അത്ഭുതം അതിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. വഴിയുടെ ഒരു വശത്തു മാത്രം നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ചുവപ്പും മഞ്ഞയും പിങ്കും നിറങ്ങളിലുള്ള പൂക്കൾ. ആ പൂന്തോട്ടം താൻ തൂങ്ങിക്കിടക്കുന്ന അതേ വശത്താണെന്നത് അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ തന്റെ പാത്രത്തിൽ പകുതി വെള്ളമേ ഉള്ളൂന്ന് കണ്ടപ്പോൾ അതിന്റെ സന്തോഷമൊക്കെ പോയി. അത് വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു, ഈ പൂക്കളൊക്കെ കണ്ടു, പക്ഷെ എനിക്കിപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ വെള്ളം എത്തിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോഴാണ് ആ കർഷകൻ പുഞ്ചിരിയോടെ ആ വലിയ രഹസ്യം വെളിപ്പെടുത്തിയത്. നിന്റെ ഈ പൊട്ടലിനെക്കുറിച്ച് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ വഴിയുടെ നിന്റെ വശത്ത് കുറേ പൂവിത്തുകൾ നട്ടത്. എല്ലാ ദിവസവും നമ്മൾ വീട്ടിലേക്ക് നടക്കുമ്പോൾ നീ അറിയാതെ തന്നെ ആ വിത്തുകളെ നനച്ചുകൊണ്ടിരുന്നു. ഇന്ന് നീ കാണുന്ന ഈ മനോഹരമായ പൂന്തോട്ടം ഉണ്ടായതിന് കാരണം നീ ഒരു കുറവായി കണ്ട നിന്റെ ആ പൊട്ടലാണ്. ഇത് കേട്ടതും ആ കുടത്തിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പക്ഷെ ഇത്തവണ അത് സങ്കടം കൊണ്ടായിരുന്നില്ല, സന്തോഷം കൊണ്ടായിരുന്നു. ആദ്യമായിട്ട് താൻ വിലയില്ലാത്തവനല്ല, തനിക്കും ഈ ലോകത്തൊരു സ്ഥാനമുണ്ട് എന്നത് തിരിച്ചറിഞ്ഞു. അപ്പോ ഈ കഥ ഒരു കുടത്തിന്റേതു മാത്രമല്ല, അല്ലേ? ഇത് നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. നമ്മുടെ കുറവുകളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. ആ കർഷകൻ പറഞ്ഞതുപോലെ, നീ ഒരു ബലഹീനതയായി കണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് സൗന്ദര്യവും സന്തോഷവുമാണ് നൽകിയത്. നീ ആരെക്കാളും കുറഞ്ഞവനല്ല, നീ നിന്റേതായ രീതിയിൽ പൂർണ്ണനാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ആത്മാഭിമാനം? നമ്മളൊരു കുറവായി കാണുന്ന കാര്യത്തെ ഒരു പുതിയ കണ്ണിലൂടെ നോക്കുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിവാണത്. നമ്മുടെ ബലഹീനത എന്ന് നമ്മൾ കരുതുന്ന കാര്യത്തിനു പോലും ചിലപ്പോൾ മനോഹരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. നമുക്കെല്ലാവർക്കും നമ്മുടേതായ പൊട്ടലുകളുണ്ടാകും. പക്ഷേ ആ കുറവുകളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതിനു പകരം അവയെ എങ്ങനെ നമ്മുടെ ഒരു ശക്തിയാക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്നിടത്താണ് വിജയം. ഒന്നാലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു കുറവായി കാണുന്ന കാര്യം ഒരുപക്ഷേ നിങ്ങളുപോലും അറിയാതെ എവിടെയെങ്കിലും ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ടാക്കുന്നുണ്ടാവില്ലേ? എന്തായിരിക്കാം അത്? ഇത്രയും നേരം ഈ കഥ കേട്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈയൊരാശയം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിവരണവുമായി വീണ്ടും കാണാം. നന്ദി.